മന്ത്രി വീണ ജോർജിനെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കെഎസ്യു പ്രവർത്തകർ തടഞ്ഞതിനെ തുടർന്നുണ്ടായ ബഹളത്തിൽ മന്ത്രിയുടെ കഴുത്തിനു പരിക്കേറ്റ് ആശുപത്രിയിലായതിനു പിന്നാലെ ദൃശ്യങ്ങളിൽ ഒരിടത്തും ഒരു കെഎസ്യു പ്രവർത്തകന്റെയും കൈ അവരുടെ കഴുത്തിലേക്ക് നീളുന്നത് കാണുന്നില്ലെന്ന വിവാദമാണ് ഒടുവിലുണ്ടായിരിക്കുന്നത്. സംഭവത്തിന്റെ നിരവധി ദൃശ്യങ്ങൾ പുറത്തുവന്നിരിക്കുകയാണ്. അതിലൊന്നാണ് ഞങ്ങളിവിടെ കാണിക്കുന്നത്. ഇതു സംബന്ധിച്ച് വിവാദം പുകയുകയും പ്രതിഷേധം പടരുകയും ചെയ്യുന്നതിനിടെ മന്ത്രി ഇതിനുശേഷം കൂളായി ടാറ്റ പറഞ്ഞു നടന്നു പോകുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നിരിക്കുകയാണ്. അതിനുശേഷമാണ് സ്പീക്കർ എൻ ഷംസീർ വരുന്നതും മന്ത്രി വീണയെ ആശുപത്രിയിലേക്ക് അയക്കുന്നതും. അതിന്റെ ദൃശ്യങ്ങളാണ് ഇനി കാണുന്നത്. ഇവിടെ മിനിസ്റ്റർക്ക് നേരെ കയ്യേറ്റ ശ്രമം നടന്നിരിക്കുകയാണ്. മിനിസ്റ്ററുടെ കഴുത്തിന് പരിക്കുണ്ട്. മിനിസ്റ്റർ ഇപ്പം ഈ ട്രെയിനിൽ സഞ്ചരിക്കുന്നുണ്ട് എൻ്റെ കൂടെ. സമരക്കാരനെ ആക്രമിച്ചു. പിന്നാരെ ആക്രമിക്കാൻ സമരക്കാരെ കയ്യേറ്റം ചെയ്തു, കഴുത്തിന് പരിക്കും. ഞാൻ അദ്ദേഹത്തെ കാത്തിവിടെ നിൽക്കുകയാണ്. അപ്പോഴാണ് പറഞ്ഞത് കഴുത്തിന് പരിക്ക് പറ്റി. ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്തു. അതിപ്പോൾ ഏതാണ്ട് അങ്ങനെ തന്നെ കാണുന്നത്. മന്ത്രിമാർക്കെതിരെ കരിങ്കൊടിയും സമരവും നടത്തിയ ആൾക്കാരാണ് നമ്മളൊക്കെ അതിൻ്റെ പ്രൊഡക്ട്സായി വന്ന ആൾക്കാരാണ്. പക്ഷേ ഈ രീതിയിൽ മന്ത്രി കയ്യേറ്റം ചെയ്യുന്നത് ജനാധിപത്യ ഭൂഷണമല്ല. അത് അപലപിക്കപ്പെടേണ്ടതാണ്. അഡ്മിറ്റ് ചെയ്യാം. സജീവട്ടാ ദീപ്തി ദീപ്തി ഇതേപ്പറ്റി ഇനി ജുഡീഷ്യൽ അന്വേഷണം വേണ്ടിവരുമോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്.